വിജയ് ഒരു ചെറിയ സമയം കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രണ്ടാമത്തെ വർഷമാണ് ഭരണം പിടിക്കുന്നത്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് വിജയുടെ സിനിമകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വിജയ് വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും അതിന് ഉതകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത് നമ്മളിൽ കാണേണ്ടത്. DMKയുടെ തലവരൊക്കെ ആയിരുന്ന സ്റ്റാലിൻ ഒരു കാര്യം പറഞ്ഞു, ഒരു നന്ദി വാക്ക് പോലും പറയാതെ കോൺഗ്രസ്സുകാർ പോയിന്ന്. പക്ഷേ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അന്ത്യം കുറിച്ചൊരു പാർട്ടിയാണ് DMK എന്നുള്ളതാണ്. വരും കാലത്ത് TVK ആയിരിക്കും ഏറ്റവും കൂടുതൽ MP-മാരും TVKയുടെ ആയിരിക്കുമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം DMK യുഗം അവസാനിക്കുകയാണ്. DMK യുഗം അവസാനിച്ചു എന്ന് നമ്മളിൽ കാണേണ്ടി. നിങ്ങളുടെ ഒരു രൂപ പോലും ഞാൻ എടുക്കില്ല, അഴിമതി ഉണ്ടാവില്ല, അങ്ങനെ അഴിമതി നടത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അയാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഭരണത്തിലുണ്ടാവില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ആരും പ്രഡിക്റ്റ് ചെയ്യാത്ത ഒരു വലിയ രാഷ്ട്രീയ വിജയമാണ് തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് നേടിയിട്ടുള്ളത്. ഏവരെയും ത്രസിപ്പിക്കുന്ന ഒരു ത്രില്ലർ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു തിരിച്ചുവരവ് ആണ്. കാരണം ED റെയ്ഡ് നടന്ന വിജയുടെ വീട്, അവിടെ നിന്നും എടുത്ത തീരുമാനം, സജീവമായ രാഷ്ട്രീയത്തിൽ താൻ ഇടപെടലുകൾ നടത്തും എന്നുള്ള തീരുമാനം, തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിലൊക്കെ അതിന് സൂചന നൽകിക്കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചില ഡയലോഗുകൾ വന്നിരുന്നു. അതിന് ഇലക്ഷന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ട് ചർച്ചകൾ നടന്നിരുന്നു. ഇതിനെല്ലാം ഒടുവിൽ രാഹുലിൻ്റെ മനസ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ കൂട്ടത്തിലായിരുന്നു. പക്ഷേ DMKയുമായിട്ടുള്ള 22 വർഷത്തെ തുടർച്ചയായ ബന്ധം അത് വിച്ഛേദിക്കുന്നതിന് കോൺഗ്രസിൻ്റെ സീനിയറായിട്ടുള്ള പല നേതാക്കന്മാർക്കും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടായിരുന്ന മടിയാണ് കോൺഗ്രസ് TVK സഖ്യം തമിഴ്നാട്ടിൽ ഉണ്ടാവാത്തതിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ TVK എന്ന പാർട്ടി തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുകയും TMC എന്ന പാർട്ടി വെസ്റ്റ് ബംഗാളിൽ അസ്തമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ TVK സംബന്ധിച്ചിട്ട് TVKയ്ക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ് കേരളവും കർണാടകയും അതോടൊപ്പം തന്നെ തെലുങ്കാനയും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പലതും പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിയുടെ സത്യപ്രതിജ്ഞയാണ് അവിടെ വൈറലായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ജൻസി സമൂഹത്തെ എത്രത്തോളം ഇത് സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് TVK കേരള സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷനായിട്ട് NCPയുടെ മുൻ നാഷണൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ സതീഷ് തോന്നക്കൽ വരുമെന്നാണ്. അതിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് സുമി ജോസഫ്, നേരത്തെ മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. അവർ TVKയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ കേരള ഘടകത്തിൻ്റെ സംസ്ഥാന വനിതാ പ്രസിഡൻ്റായിട്ട് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനിടയിൽ ഫാൻസ്കാർ നടത്തുന്ന ചില മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ട്. പക്ഷേ അതിന് പാർട്ടിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെ നോക്കിക്കാണുന്നു വിജയുടെ ഈ ഒരു തേരോട്ടത്തെ? വിജയ് കേരളത്തിലും കർണാടകത്തിലും തെലങ്കാനയിലും ഏതെങ്കിലും തരത്തിൽ കളം പിടിക്കുമോ? വിജയിൻ്റെ പാർട്ടിക്ക് കേരളത്തിൽ അങ്ങനെ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുറച്ച് ആളുകളൊക്കെ ചിലപ്പോൾ ഈ ജൻസി ഗ്രൂപ്പുകളൊക്കെ, പ്രത്യേകിച്ചിട്ടും വിജയ്ക്ക് വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ വിജയിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുന്ന സമയത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിൻ്റെ ചുറ്റും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു, വലിയ യുവാക്കളുടെ വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിജയുടെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഫാൻസ് ഗ്രൂപ്പുകൾ വലിയ ആഘോഷം സംഘടിപ്പിക്കാറുണ്ട്. തമിഴ്നാടിന് തുല്യമായ ആഘോഷം സംഘടിപ്പിക്കാറുണ്ട്. വിജയ് തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് കേരളത്തിൽ ഇത്രയും ഫാൻസുകാരോ എന്നുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന് വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്, കൊച്ചിയിലും വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഫാൻസ് ഗ്രൂപ്പുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 ആമ്പിള്ളേരാണെന്നുള്ള അറിയില്ല. ഇവന്മാർക്ക് 3 പേർക്കും വിജയ് ഫാൻസ്. എൻ്റെ അനിയൻ്റെ മകനുണ്ട്. എൻ്റെ അനിയൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ വിജയ് എന്ന് പറഞ്ഞാൽ ചാകും. ഇവരൊക്കെ വിജയ് നടക്കുന്നവർ നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. വിജയ് സിനിമകൾ ഇവരിന്ന് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ല. ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് യഥാർത്ഥത്തിൽ ഈ രജനീകാന്ത് വലിയ സ്റ്റൈൽ മന്നൻ എന്നുള്ള രീതിയിൽ സ്റ്റൈൽ മന്നനായി ഭാഷയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ കേരളത്തിൽ വലിയ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഫാൻസ് ഗ്രൂപ്പ് വേറെയും പൊളിറ്റിക്കൽ ഗ്രൂപ്പ് വേറെയും ആണെന്നാണ് നമ്മൾ കേരളത്തിനെ വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ആ ഫാൻസ് ഗ്രൂപ്പ് തന്നെയാണ് അദ്ദേഹത്തെ ഭരണത്തിലേറ്റിയിരിക്കുന്നത് നമ്മൾ കാണേണ്ടത്. വിജയ് ഒരു ചെറിയ സമയം കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രണ്ടാമത്തെ വർഷമാണ് ഭരണം പിടിക്കുന്നത്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് വിജയുടെ സിനിമകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വിജയ് വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും അതിന് ഉതകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത് നമ്മളിൽ കാണേണ്ടത്. അപ്പം അദ്ദേഹം പിന്നെ തൊഴിലാളികളുടെ പ്രതിനിധിയായിരുന്നു. ഇപ്പം കത്തി എന്നുള്ള സിനിമയൊക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ള കുറേ സർക്കാർ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കുകയും അദ്ദേഹം സാധാരണക്കാരുടെ കൂടെ
കൂടിയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ്. പിന്നെ സർക്കാർ എന്നുള്ള സിനിമയിലൊക്കെ വലിയ അധികാരവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവങ്ങളാണ്. സർക്കാരിനല്ല രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള അതുപോലെ തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ പല പിന്നെ കഥാപാത്രങ്ങളും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നു. അങ്ങനെ വിജയ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ തമിഴരുടെ ഒരു രക്ഷകനാകിയിട്ട് സിനിമയും അവർക്ക് ജീവിതവും അതുപോലെ തന്നെ രാഷ്ട്രീയമൊക്കെ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വിജയ് വന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ പല നേതാക്കന്മാരെയും നമുക്ക് രാഷ്ട്രീയത്തിലൂടെ വന്നായി കാണാം. പ്രത്യേകിച്ചിട്ട് എം ജി ആർ ആണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ്. അപ്പോൾ അദ്ദേഹം സിനിമയിലൂടെ വന്ന് ഇത്തരം വേഷങ്ങളിലൂടെ വന്നാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്, ജനനായകനായി മാറുന്നതും പിന്നീട് അവരുടെ ഭരണകർത്താവായി മാറുന്നതും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്മുറ എന്നുള്ള രീതിയിലാണ് ജയലളിത വരുന്നത്. ഇപ്പം ഡി എം കെയിൽ നിന്നും പിണങ്ങിപ്പോയാണ് AADMK ഉണ്ടാക്കുന്നത് എം ജി രാമചന്ദ്രൻ. ഈ എം ജി രാമചന്ദ്രൻ്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നേതാവുകയും ഓർമ്മയുണ്ടാവും. എം ജി രാമചന്ദ്രൻ്റെ ശവഘോഷയാത്ര മഞ്ജുവുമായി ഉള്ള യാത്രക്കിടയിൽ അവരെ ജാനകിൻ്റെ പക്ഷക്കാർ ചവിട്ടി പുറത്താക്കുകയും അവരെ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ വാശിയിലാണ് പിന്നീട് അവർ ഈ പാർട്ടിയിൽ വളരെ വലിയ ശക്തിയായി മാറുകയും പിന്നീട് തമിഴ്നാടിൻ്റെ ഭരണാധികാരിയൊക്കെ മാറുന്നത്. ഇപ്പം അതിന് ശേഷം ഇപ്പോൾ ആണ് വീണ്ടും ഈ ജയലളിതയ്ക്ക് ശേഷം ഒരു സിനിമ നേരിട്ടിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി. അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ കയ്യിൽ മാറുന്നു. അവർക്ക് സിനിമയെ ബന്ധമില്ല എന്നല്ല, അദ്ദേഹത്തിന് കരുണാനിധിയുടെ മകൻ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും സിനിമ നടനായിരുന്നില്ല അദ്ദേഹം. സിനിമ നടനോ അല്ലെങ്കിൽ പിന്നെ നിർമ്മാതാവോ ഒന്നും ആയിരുന്നില്ല സ്റ്റാലിൻ. പക്ഷേ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നടൻ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം നിർമ്മാതാവാണ്. വളരെ അറിയപ്പെടുന്ന വലിയ സിനിമകളൊക്കെ നിർമ്മിച്ച പിന്നെ വ്യക്തിയാണ് ഈ ഉദയനിധി സ്റ്റാലിൻ. ഇത്തവണ വിജയുടെ വരവ് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ വലിയ രീതിയിൽ സ്റ്റാലിൻ ഭയന്നിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് മകനെ ഉപമുഖ്യമന്ത്രിയാക്കുകയും ഇത്തവണ യഥാർത്ഥത്തിൽ ഭരണത്തിൽ വന്നിരുന്നെങ്കിൽ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കി ഇദ്ദേഹത്തിൻ്റെ വളർച്ചയെ തടയാൻ പറ്റുമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഈ ഉദയനിധി സ്റ്റാലിൻ്റെ ഭരണത്തിലെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. സ്റ്റാലിൻ തോറ്റുപോകുന്നു, അവർക്ക് ആവശ്യമായ ഭൂരിപക്ഷം കിട്ടിയില്ല. വലിയ വലിയ കുതിച്ചുചാട്ടം വിജയ് ഉണ്ടാക്കിയിരിക്കുന്നു. വിജയ്ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഒരു ചെറിയ ഒരു സമയം കൊണ്ട് ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ പിന്തുണ ഇപ്പോൾ ഒരു താൽക്കാലികം മാത്രമായിട്ടായിരിക്കും ഒരുപക്ഷെ ആയിരിക്കില്ല, തുടർച്ചയായിട്ട് വന്നേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ തന്നെയും ഇപ്പോഴെന്താ വെച്ചാൽ AADMK വലിയൊരു പിളർപ്പുണ്ടാകാൻ വേണ്ടി പോകുന്നുണ്ട്. ഏകദേശം 12ഓളം MLA-മാര് ഇപ്പോ വിജയ്ക്ക് അനുകൂലമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇപ്പം നാളെയാണ് വിശ്വാസ വോട്ടെടുപ്പ്. അപ്പം തീർച്ചയായും വിപ്പ് ലംഘിച്ചുകൊണ്ട് AADMK-ന്റെ ഒരു വിഭാഗം, വേലുമണി ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഈ നേരത്തെ തന്നെ വിജയെ പിന്തുണയ്ക്കണം എന്നുള്ള അഭിപ്രായം AADMK-യിൽ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു. പക്ഷേ AADMK-ക്ക് BJP സഖ്യമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത തൂക്കിയെടുത്തുകൊണ്ട് തീഹാറിലിടും. അതെ, അതുകൊണ്ട് അത്തരത്തിലുള്ള ഭയം കാരണം അവരെ നേരിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ വേറൊരു നീക്കം നടന്നിരുന്നു. DMK-യും AADMK-യും ചേർന്നുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കാൻ. ഇത് നേരത്തെ 29 വർഷം മുന്നേ AADMK-യും DMK-യും ലയിക്കുന്നതിനെ കുറിച്ച് വലിയ ചർച്ച നടന്നിരുന്നു. പക്ഷേ പിന്നീട് അത്തരം ഈ രണ്ട് നേതാക്കന്മാർക്കും അത്തരത്തിലുള്ള ഒരു ഐക്യത്തിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇത്തവണ അങ്ങനെ സംഭവിച്ചേനെ. പക്ഷേ അങ്ങനെ രണ്ടുപേർ ലയിച്ചു കഴിഞ്ഞാൽ DMK-യുടെയും പ്രസക്തി നഷ്ടപ്പെടും, AADMK-യുടെയും പ്രസക്തി എന്നേക്കുമായി നഷ്ടപ്പെടുന്നു വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഇരു നേതാക്കന്മാരും ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയത്. ഈ മറ്റൊരു സംഭവം, BJP-യുമായിട്ടുള്ള ബന്ധം ഇനി AADMK ആവശ്യമില്ല. കാരണം അവർക്ക് അധികം സീറ്റുകളോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ AADMK-യുമായിട്ട് അധികകാലം പോകാൻ പറ്റില്ല BJP-ക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് വിജയ് വിഴുങ്ങാൻ പറ്റുമെന്നായിരുന്നു. വിജയ്ക്ക് ഇത്രയും സീറ്റ് കിട്ടുന്ന അവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ AADMK BJP TVK എന്ന് പറഞ്ഞ ഒരു സഖ്യം DMK-ക്കെതിരെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ BJP-യുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ DMK-യുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു. നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടി വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കർണാടകത്തിലും അതോടൊപ്പം തന്നെ ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിജയെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാണ് നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ തെലങ്കാന ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിൽ ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്, കർണാടകത്തിൽ ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്. കർണാടകത്തിലൊക്കെ തെലങ്കാനയിൽ ഇലക്ഷൻ ആയിട്ടില്ല, അല്ല വരുന്ന വർഷങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം നാളെ ഇലക്ഷൻ വരുന്നല്ലേ ആയിട്ടില്ല, ഇനി സമയമുണ്ട്. അല്ല സമയം 3 വർഷം കൂടെ
വർഷമല്ലേ വർഷമുണ്ട്. അപ്പോൾ 3 വർഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഊട്ടി അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ 2 വർഷമുള്ളൂ എനിക്ക്. അതെ അതെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കർണാടകത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളാണ് ഈ തീർച്ചയായിട്ടും വലിയ ഫാൻസ് ഗ്രൂപ്പുള്ള ആളാണ് വിജയ്. അപ്പോൾ കർണാടകത്തിൽ അവരുടെ യൂണിറ്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെലങ്കാനയിലും അവരുടെ യൂണിറ്റ് വരുന്നുണ്ട്, കേരളത്തിലും യൂണിറ്റ് വരുന്നുണ്ട്. ഈ 4 സ്റ്റേറ്റുകളാണ്. പിന്നെ പുതുച്ചേരിയിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അടുത്ത ഭരണം പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 4-5 സ്ഥലങ്ങളിൽ വിജയ് വളരെ ശക്തനായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് സ്റ്റാർ പൊളിറ്റീഷ്യനായിട്ടും ഒരു പ്ലാറ്റ്ഫോമായിട്ടും തീർച്ചയായും കോൺഗ്രസ് യഥാർത്ഥത്തിൽ TV-ക്ക് ആയിട്ട് നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ദയവായിട്ട് ചില അൺഒഫീഷ്യൽ ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ അന്ന് തന്നെ വന്നിരുന്നു. ഇപ്പം DMK-യുടെ പല പൊതുയോഗങ്ങളിലും രാഹുൽ വളരെ യാന്ത്രികമായി സംസാരിച്ചു, ചില നേതാക്കന്മാരെ അദ്ദേഹം മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അതെ, അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും TV-യുടെ പെർഫോമൻസ് നോക്കി അന്തിമ തീരുമാനം കൈക്കൊള്ളാം എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി എന്ന് നമ്മളിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. കാരണം വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കോൺഗ്രസിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കേഡർ സ്വഭാവമുള്ള ആളുകളായിരിക്കും. കാരണം കൃത്യമായിട്ട് അവർ ഒരു കോൺഗ്രസ്സുകാരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ പല വോട്ടുകളും ഇപ്രാവശ്യം പോയിട്ടുണ്ടാവുക TV-ക്ക് തന്നെയാണ്. തീർച്ചയായും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി ഒരു അന്തർധാര ഈ TV-ക്കും കോൺഗ്രസുമായിട്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നു എന്നുകൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി ശരിക്കും TV-ക്കൊക്കെ എന്തുകൊണ്ട് പിന്തുണ നൽകി എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് വളരെ ഒരു ഫോർസൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. കാരണം DMK യുഗം അവസാനിച്ചിരിക്കുന്നു. നമ്മൾ വേറൊരു കാര്യം കൂടി പറയേണ്ടത്, എൻ്റെ കൂടെ പറയേണ്ട ഒരു വേറെ സംഭവമുണ്ട്. ഇപ്പം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ DMK-യുടെ തലവരൊക്കെ ആയിരുന്ന സ്റ്റാലിൻ ഒരു കാര്യം പറഞ്ഞു, ഒരു നന്ദി വാക്ക് പോലും പറയാതെ കോൺഗ്രസ്സുകാർ പോയിന്ന്. പക്ഷേ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അന്ത്യം കുറിച്ചൊരു പാർട്ടിയാണ് DMK എന്നുള്ളതാണ്. DMK സഖ്യമാണ് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെ ഇല്ലാതാക്കിയത്. 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങളാണ് ഈ BJP-യുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് നമ്മളിൽ കാണേണ്ടതുണ്ട്. എന്നിട്ട് പോലും കോൺഗ്രസ് DMK അന്നും പിന്നീട് ചേർത്ത് പിടിച്ചു എന്നുള്ള വലിയ ഒരു പൊളിറ്റിക്കൽ സഖ്യമുണ്ടായിരുന്നു. ഈ സഖ്യത്തിനുണ്ടാക്കിയ ഡാമേജിന് എന്നെങ്കിലും DMK അവരോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും നന്ദി പറഞ്ഞിട്ടില്ല. മൈ ബ്രദർ എന്ന് പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനെ കുറിച്ചും പറയും അദ്ദേഹം, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിനെ കുറിച്ച്. എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് സ്റ്റാലിൻ, എന്റെ അനുജനാണ് വിജയ്. ഈ രീതിയിലാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ഒരു കുറച്ച് രാഷ്ട്രീയ മര്യാദ ഇതിനകത്ത് ആകാമായിരുന്നു. അല്ല, ഇത് രാഷ്ട്രീയ മര്യാദ എന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ കലയാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ DMK-ക്ക് ഇത്തവണ പിന്തുണ നൽകിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അറിയാം പിന്നീട് ആ സഖ്യം വളർന്ന് വലിയ കക്ഷിയായി മാറുന്നു. വരും കാലത്ത് TV-ക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ MP-മാരും TV-യുടെ ആയിരിക്കുമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം DMK യുഗം അവസാനിക്കുകയാണ്. DMK യുഗം അവസാനിച്ചു എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ 2 സിനിമാ താരങ്ങളാണ് ഇപ്പം ഏറ്റുമുട്ടാനിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ആയിരിക്കുന്ന വിജയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഉദയനിധി സ്റ്റാലിനും തമ്മിലാണ്, 2 സിനിമാ താരങ്ങൾ തമ്മിലാണ് ഇനി വീണ്ടും ഏറ്റുമുട്ടുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് പിറകിലേക്ക് വീണ്ടും തമിഴ്നാട് പോകുന്നുള്ളതാണ്. സിനിമാക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഓളത്തിൽ നിൽക്കുന്ന ഒരു മിനിസ്ട്രിയാണ് വരാൻ പോകുന്നത്. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വിജയ് നടത്തിയിട്ടുണ്ട്. വിജയ്ക്ക് അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചാൽ വിജയ്ക്ക് ദീർഘകാലം ഭരിക്കാം. കാരണം 51 വയസ്സ് മാത്രമേ വിജയ്ക്കായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ദീർഘകാലം അദ്ദേഹത്തിന് നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഈ രാഷ്ട്രീയ നേതാവായി ഇരിക്കാൻ പറ്റും, മുഖ്യമന്ത്രിയായി ഇരിക്കാൻ പറ്റും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങളൊക്കെ കൃത്യമായി നടത്തുക. ഭരണപരിചയമുള്ള ആളുകളല്ല കൂടുതൽ MLA-മാരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മന്ത്രിമാരായി വരുന്നതും അങ്ങനെ ഭരണപരിചയമുള്ളവരല്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി കൊണ്ടുപോയെങ്കിൽ മാത്രമേ വിജയ്ക്ക് സിനിമയിൽ ഉണ്ടാകുന്ന സ്ക്രിപ്റ്റഡ് വേർഷൻ അല്ല ഈ ഭരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തമിഴ് മക്കളുടെ ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചെന്ന് 8 കോടി തമിഴ് മക്കളുടെ മൊത്തം തലവനായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ഓരോ ആളുകൾക്കും കൃത്യമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. നിങ്ങളുടെ 1 രൂപ പോലും ഞാൻ എടുക്കില്ല, അഴിമതി ഉണ്ടാവില്ല, അങ്ങനെ അഴിമതി നടത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അയാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഭരണത്തിലുണ്ടാവില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും തമിഴ്നാട്ടിന്റെ എക്കാലത്തെയും പ്രശ്നം എന്ന് പറഞ്ഞ അഴിമതിയായിരുന്നു. ഈ ജലീലിന്റെ കാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, ഭീകരമായ അഴിമതിയുടെ കാലം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കൃത്യതയോടുകൂടി നോക്കിപ്പോയാൽ വിജയ്ക്ക് ദീർഘകാലം ഭരിക്കാൻ പറ്റും, മഹാരാജാവിനെ പോലെ തന്നെ അവിടെ വാഴാൻ പറ്റും എന്നുള്ളത് തന്നെ നമ്മൾ കണ്ടറിയേണ്ടത്.